ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, US സൈന്യത്തിന്റെ അന്ത്യശാസനം തള്ളി ചെങ്കടലിൽ വീണ്ടും ഹൂതികൾ ആടിത്തിമിർക്കുകയാണ്. കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണത്തിനാണ് ഹൂതി നീക്കം നടത്തിയത്. എന്നാൽ ആർക്കും പരിക്കുകളോ കേടുപാടുകളോ ഉണ്ടായിട്ടില്ല എന്ന് US നേവി അറിയിച്ചു. ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് US, ബ്രിട്ടൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ 12 രാജ്യങ്ങൾ സംയുക്തമായി അന്ത്യശാസനം നൽകി. ഇതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഹൂതികളുടെ താണ്ഡവം ചെങ്കടലിൽ അരങ്ങേറുന്നത്. ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് യമന്റെ ഭൂരിഭാഗവും. യമൻ കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. നവംബർ 19 മുതൽ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികളുടെ വിശദീകരണം. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ നടത്തിയ ആക്രമണം ചെറുത്തെന്നും ഹൂതികളുടെ 3 ബോട്ടുകൾ മുക്കിയെന്നും US സേന നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഡെൻമാർക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. തുടർന്നാണ് 2 US യുദ്ധക്കപ്പലുകൾ സഹായത്തിനെത്തിയത്. ഹൂതികൾ അയച്ച 2 മിസൈലുകൾ US വെടിവെച്ചിട്ടു. മിസൈൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ കപ്പലിനെ ഹൂതികളുടെ 4 സായുധ ബോട്ടുകൾ വളഞ്ഞു. സഹായത്തിനെത്തിയ US സൈനിക ഹെലികോപ്റ്ററുകൾക്കു നേരെ ഹൂതികൾ വെടിയുതിർത്തു. തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 ബോട്ടുകൾ മുക്കിയതായി US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നു. ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി യമനിൽ നിന്നുള്ള ഹൂതികൾ വീണ്ടും ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ പലസ്തീനു വേണ്ടിയാണ് ഇപ്പോൾ ഹൂതികൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. യമൻ അതിർത്തിയിലൂടെ സൂയസ് കനാൽ മുറിച്ചു കടക്കുന്ന ഇസ്രായേൽ പതാകയുള്ള എല്ലാ കപ്പലുകളെയും തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഹൂതികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നവംബർ മുതൽ മിസൈലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് കപ്പലുകൾ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നുമുണ്ട്. ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കുമെന്ന് അവകാശപ്പെടുകയാണ്. ആരുടെ ബലത്തിലാണ് ഹൂതികൾ പോർക്കളത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത് എന്ന് വളരെ നന്നായി ലോകത്തിനറിയുന്ന സത്യമാണ്. 2023 നവംബർ 19 യമൻ പലസ്തീൻ പതാകകൾ പതിച്ച പഴയ യമൻ ആർമി ഹെലികോപ്റ്ററിൽ സൂയസ് കനാലിന്റെ മുകളിലൂടെ പറന്നുയർന്നു. മുഖമൂടി ധരിച്ച റൈഫിൾ ഉൾപ്പെടെ സായുധധാരികളായ ഹൂതികൾ കപ്പലിന്റെ ഡക്കിലേക്ക് വിന്യസിക്കുകയും അതിവേഗം നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന 680 മീറ്റർ നീളമുള്ള ഗാലക്സി ലീഡറിനെ അതിന്റെ 25 അംഗ ക്രൂവിനൊപ്പം റാഞ്ചിയെടുത്ത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടുവെന്ന വാർത്ത ലോകം ഒന്നടങ്കം ആശ്ചര്യത്തോടെയാണ് കേട്ടത്. തുടർ ദിവസങ്ങളിലും യമനിലെ ഹൂതി വിമതർ സമീപത്തെ ആകാശങ്ങളിലും അതുപോലെ കടലുകളിലും ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തി. ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും പോകുന്ന കപ്പലുകളെ പ്രത്യക്ഷത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഇത് തുടരുകയാണ്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണോ എന്നും ഹൂതികളിലൂടെ യമൻ അതിന്റെ ഭാഗമാകുമോ എന്നും രാഷ്ട്രീയ ലോകം ആശങ്കപ്പെടും വിധമാണ് ഇപ്പോൾ ഹൂതികളുടെ താണ്ഡവം. 1970കളിൽ യമനിലെ സാദിയ ഗവർണറേറ്റിലെ ഒരു സാധാരണ ഗോത്രമായിരുന്നു ഹൂതികൾ. സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ യമനിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ട സയ്യിദി വംശജരായ ഈ ഗോത്രത്തിൽ നിന്നാണ് ഹൂതികളുടെ ഉത്ഭവം. വടക്കൻ യമനിലെ അതിസമ്പന്നരായിരുന്നു ഈ ചെറിയ സംഘം. 1980 മുതൽ യമനിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്താണ് അബ്ദുൽ മാലിക് അൽ ഹൂദിയുടെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് ഒരു സംഘടിതമായ രൂപമുണ്ടാകുന്നത്. പിന്നീട് അബ്ദുൽ മാലിക് സംഘത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടു. വിമതരായി നിന്ന് ഷിയ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് പോരാടിയ ഷിയ സംഘത്തിന് ഇറാന്റെ നിർലോഭമായ സഹായമുണ്ടായി അന്നും. തുടർന്ന് യമനിലെ ഏറ്റവും വലിയ സായുധ സംഘമായി പരിണമിക്കുകയായിരുന്നു അവർ. വംശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നിരന്തരമായ ഭരണവിരുദ്ധ നിലപാടും യമനിൽ അവർക്ക് തീവ്രവാദ പട്ടവും അതുപോലെ നിയമവിരുദ്ധരെന്ന പട്ടവും നേടിക്കൊടുത്തു. യമനിലെ സർക്കാർ അഴിമതിയും സ്വേച്ഛാധിപത്യവും തുറന്നു കാണിച്ചതുകൊണ്ട് സർക്കാർ അവരെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2004 ഹൂതികളും സർക്കാരും തമ്മിൽ സായുധ പോരാട്ടം ആരംഭിച്ചു. എന്നാൽ 2010 അധികാര കേന്ദ്രീകരണവും സാമ്പത്തിക വികസനവും നടപ്പിലാക്കുമെന്ന വ്യവസ്ഥയിൽ സർക്കാരുമായി ധാരണ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷമാണ് സംഘർഷത്തിന് അയവ് വന്നത്. 2014 ആകുമ്പോഴേക്കും രാജ്യത്തെ ന്യൂനപക്ഷമായ ഹൂതികൾക്ക് യമനിൽ
വിവിധ പ്രദേശങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന മോഹമുണ്ടായി. അതങ്ങനെ തന്നെയാണ്. ഇവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇത് മുഴുവനും ഞങ്ങളുടെ കൈപ്പിടിയിലാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇന്നിവരെ അഭയാർത്ഥികളായി പോലും ഒരു രാജ്യവും സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്നത്. അതിനുവേണ്ടുന്ന കരിക്കുലവർ നീക്കി. 2015 ജനുവരിയിൽ യമൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ മൻസൂർ ഹാദി രാജിവെക്കണമെന്ന് ഹൂതികൾ വാദിക്കുകയും അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം അദ്ദേഹം രാജി പിൻവലിച്ച് തലസ്ഥാനത്ത് തിരിച്ചെത്തി. എന്നാൽ ഹൂതികൾ പ്രതിരോധം ശക്തമാക്കി. തുടർന്ന് തലസ്ഥാനമായ സൻഅ വളയുകയും രാജ്യം ഹൂതികളുടെ കീഴിലായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷിയ സംഘടനയായ ഹൂതികൾക്ക് ഇതിന് ഇറാന്റെ നിർലോഭമായ സഹായം അന്നുമുണ്ടായി. 2015 മാർച്ചിൽ മൻസൂർ ഹാദി സൗദിയിലെ അഭയം തേടി. ഭൂരിപക്ഷം സുന്നികളുള്ള ഒരു രാജ്യത്ത് ഇറാൻ ഇടപെടലുകളിലൂടെ ഷിയാക്കളുടെ ഒരു ന്യൂനപക്ഷം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് വന്നത് അയൽ രാജ്യമായ സൗദിയെ വല്ലാതെ ചൊടിപ്പിച്ചു. ഉടനെ 2015 മാർച്ചിൽ ഹൂതികളുമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഗൾഫിലെ 8 രാജ്യങ്ങളടങ്ങിയ ഗൾഫ് സഖ്യ സേന യുദ്ധം പ്രഖ്യാപിച്ചു. 2015 സർക്കാരുമായി ആരംഭിച്ച സംഘർഷം വർഷങ്ങളായി നീണ്ടുനിന്ന യുദ്ധമായി പരിണമിച്ചു. ഇറാനുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഹൂതികൾക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുത്തത് തന്നെ. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹൂതികൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് 1000-ലധികം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ സ്ഥലമായി യമനെ മാറ്റുകയുണ്ടായി. എന്നാൽ ലോകത്തുടനീളം പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നത് കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെയെല്ലാം അവഗണിക്കുകയായിരുന്നു. യമനിലെ ആഭ്യന്തര വിഷയത്തില് രാഷ്ട്രീയത്തില് മനമെടുത്തിരിക്കുന്ന ഹൂതികൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം സൗദി സഖ്യങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന്റെ വെടിനിർത്തൽ തുടങ്ങി 2 വർഷമായെങ്കിലും നിർണായകവും സമാധാനപൂർണവുമായ ഒരു പര്യവസാനത്തിൽ അതിനെ എത്തിക്കാൻ ഇതുവരേക്കും ഇവർക്ക് സാധിച്ചിട്ടില്ല. സൗദി എന്ന ബാഹ്യ ശത്രുവിൽ നിന്നും വഴിതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല അവസരമാണ് പലസ്തീൻ അനുകൂല സമരങ്ങളെ എന്ന് അവർ മനസ്സിലാക്കി. ആ രൂപത്തിൽ അവർ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുത്തു. രാജ്യത്തെ സമാധാനം നശിപ്പിക്കുന്നു എന്ന് പരക്കെ ഖ്യാതിയുള്ളതുകൊണ്ട് ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങളിൽ പോലും പൊതുജനം വെറുത്തിരുന്നു. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനും പലസ്തീൻ അനുകൂല സമരങ്ങൾ ഇവർക്ക് സഹായകമായി. തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഹൂതികൾ നടത്തുന്നത്. രാഷ്ട്രീയമായി വലിയൊരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. സുന്നികൾ ഭൂരിപക്ഷമുള്ള അറബ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പലസ്തീനെതിരെ നടക്കുന്ന വംശഹത്യയിൽ മൗനം അവലംബിക്കുമ്പോൾ പ്രതിരോധത്തിന്റെ കാവലാളായി മുന്നോട്ട് വരികയും അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ ശൂന്യത ഹൂതികൾ നികത്തുകയും ചെയ്യുന്നു. തങ്ങൾ ഒരു പടിഞ്ഞാറൻ രാജ്യത്തിനും അടിമപ്പെട്ടിട്ടില്ല എന്ന സന്ദേശവും ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർ. പലസ്തീനു വേണ്ടി കപ്പൽ ചരക്ക് ഗതാഗതം സ്തംഭിപ്പിക്കുമ്പോൾ ഗാസയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് മധുര പ്രതികാരം നൽകിക്കൊണ്ട് വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. തങ്ങളുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന കപ്പൽ തടയും എന്ന് തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്ന ഇവർ ഇപ്പോഴും തടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇസ്രായേൽ പറയുന്ന അതേ നാണയത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ ഞങ്ങൾക്കുമുണ്ട് എന്നാണ് ഹൂതികളുടെ ഡിക്ലറേഷൻ. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ 3ാം ഘട്ടത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഹൂതികൾ മുൻനിരയിലെത്തി എന്ന ചോദ്യം അതിലേറെ പ്രസക്തമാണ്. പലസ്തീനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനാൽ യമനിലും പുറത്തും കൃത്യതയുള്ള രാഷ്ട്രീയ ലാഭം പ്രതീകാത്മകമായ മുന്നേറ്റവും കൈവരിക്കാമെന്ന് ഹൂതികൾ കരുതുന്നു. ഗാസയിൽ ഹമാസിനൊപ്പം യുദ്ധമുഖത്ത് അത്ര പ്രസക്തരല്ലെങ്കിലും ഹറക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമിയ എന്ന സംഘടന കൂടിയുണ്ട്. സുന്നി ആശയധാരയിൽ നിന്നുള്ള സംഘമാണെങ്കിലും ഇറാനിയൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകൃതമായ ഈ സംഘടനയ്ക്ക് ഇറാൻ, സിറിയ, ലെബനനിലെ ഹിസ്ബുള്ള എന്നിവരുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. അത്ര പ്രശസ്തരല്ലായിരുന്നിട്ടും ഷിയ സംഘടനകൾ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ പ്രത്യേകമായി രാഷ്ട്രീയ ലാഭം ഉന്നമിക്കുന്നുണ്ട്. പലസ്തീനിലും പുറത്തും ഹമാസിനെ വെല്ലുന്ന ഒരു സംഘം ഉണ്ടായിരിക്കണം എന്ന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യമാണ്. അതങ്ങനെയാണ് ഇവർ വാദിക്കുന്നത്. പുറത്തു നിന്നും ഇറാൻ ഇറക്കിയ ഏറ്റവും നല്ല ആയുധമാണ് ഹൂതികൾ. ഈ ഹൂതികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ആളുകളെയാണ് കൂടെ നിർത്തി ഹമാസിനു വേണ്ടിയാണ് എന്ന വ്യാജേന ഗാസയിലെ ജനതയുടെ സമാധാനം തല്ലി തകർക്കുന്ന ഹൂതികൾ ഇപ്പോഴും അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോ യുദ്ധം എത്തി നിൽക്കുന്ന സന്നിഗ്ധമായ ഘട്ടത്തിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഹമാസിന് പോകുന്നതിനെ തടയിടാൻ കൂടിയാണ് ഇപ്പോൾ ഹൂതികൾ രംഗപ്രവേശം ചെയ്യുന്നത്. ഹൂതികളുടെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങൾക്കും ഇറാൻ ഇപ്പോഴും കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോ മധ്യ പൗരസ്ത്യ ദേശത്തും പൊതുവിലും ഹമാസിനെ വെല്ലുന്ന ശക്തരായ ഒരു ചേരി ഉണ്ടാകേണ്ടത് ഇസ്രായേലിന്റെ കൂടെ താല്പര്യമാണ് എന്ന് പറയുമ്പോൾ ഇവർ ഇസ്രായേലിന് എതിരാണ് എന്ന് മനസ്സിലാക്കണം.
ഒരിക്കലും ഇസ്രായേലിനെതിരായ ഒരു വിഭാഗത്തെ ഇസ്രായേൽ വളർത്തിക്കൊണ്ടുവരില്ല. ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമമാണല്ലെന്ന് പറയുന്നില്ല. യുദ്ധം എന്നേക്കുമായി നിർത്താൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കണം, സംശയമില്ല. എന്നാൽ ഹൂതികളുടെ വരവിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. യമനിലെ നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷവും അവസാനിപ്പിക്കുന്നതിന് പകരം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് വീണ്ടും യമൻ എന്ന രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ടാകരുത്. കാരണം യുദ്ധം എല്ലായ്പ്പോഴും എല്ലാ രാജ്യത്തെയും നെഗറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. ഒരു രാജ്യം ജയിച്ചു എന്ന് ഒരു രാജ്യം തോറ്റു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാൻ ആഗോള വ്യാപാരത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഒട്ടും ഭൂഷണവുമല്ല. മാത്രമല്ല, ദീർഘനാളായി സഹിക്കുന്ന യമൻ ജനതയ്ക്ക് ഇത് ഇരട്ട പ്രഹരമായിരിക്കും അത്രേ. യമൻ എന്ത് സഹിക്കുന്നു? യമൻ സൈന്യവും ഹൂതികളും കാരണം ഇസ്രായേലല്ലേ സഹിച്ചുകൊണ്ടിരിക്കുന്നു. സിറിയയിലെ ബഷാറുൽ അസദിനെ പോലെ യമനിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതിൽ ഹൂതികളുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും ഹൂതികൾക്കു വേണ്ടി, ഹമാസിനു വേണ്ടി, ഹിസ്ബുല്ലയ്ക്കു വേണ്ടി ഘോരഘോരമായി ശബ്ദിക്കുന്നവർ, എഴുതുന്നവർ, സംസാരിക്കുന്നവർ, ചർച്ച ചെയ്യുന്നവർ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണെന്ന്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തക പ്രകാരം ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റണം. ഈ ഇസ്ലാമാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ഇത്തരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജൂതന്മാര് വേണ്ട, യഹൂദരെ ഇല്ലാതാക്കണമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞതല്ലേ? ആ കിതാബിലൂടെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതല്ലേ? ആ ജൂത വിരോധമാണ് ഇന്നും ഇവരുടെയൊക്കെ സമാധാനം തല്ലിക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നന്ദി.